മടുത്തു. അയാളുടെ ജീവിതം എനിക്ക് മടുത്തു. എൻ്റെ വീട്ടുകാർക്ക് പറ്റിയൊരു അബദ്ധം. അതായിരുന്നു വിവാഹം. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് വന്നായിരുന്നു ഞാൻ. പക്ഷെ അയാളിൽ നിന്ന് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു വിഷ് ഞാൻ അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുപോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അയാളിൽ നിന്ന്. ഈ ലോകത്ത് നിനക്ക് വേറെ ആരുമില്ലെങ്കിൽ ഞാനില്ല, അതുപോലെ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അണ്ണാ കാപ്പിടിക്കാൻ പോ. ഓ അത് ശരി. വിശക്കണം അണ്ണാ. അണ്ണാ അവിടെ കുട്ടാണ്ട് കുട്ടിലും പൊറോട്ടയും ബീഫ്. അതെ, നിങ്ങൾ കഴിച്ചിട്ടാണ് കഴിക്കാം. ഇട ഞാൻ രാവിലെ കഴിച്ചിട്ടാണ്. എന്റെ ഭാര്യ നല്ല ഒന്നാം തരം ചമ്മന്തി കറി, നല്ല ദോശയും ചുട്ടു എന്തെങ്കിലും വാരി വെച്ച് തിന്നണ്ണ. ഉണ്ടാക്കി എന്തിനാണ് ബിസി കാണിക്കുന്നത്? എത്രയും ഇത് കഴിച്ചിട്ടാണ് നിങ്ങൾ എന്തിനു ബിസിക്കണം? ഞാൻ ഇപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞ ബേസിക്കൊന്നും ഇപ്പൊ ബിസിക്കണം. നിങ്ങൾ കഴിച്ചിട്ടോ? പോട്ടെ. ഓ അണ്ണയും തിന്നാ ചാവാൻ നടക്കണ്ടേ? അണ്ണൻ ഈ വീട്ടിലുണ്ടല്ലോ കഴിക്കാൻ പറ്റുള്ളൂ. നീ പറഞ്ഞെങ്കിൽ വാ. ഭാര്യ പണി സഹിച്ചു. ഭാര്യ ഉണ്ടാക്കണേ കഴിക്കുള്ളൂ. തിന്നാ ചാവാൻ നടക്കാൻ തോന്നുന്നു. ഇനിയിപ്പോൾ കയറി വരും കുറച്ച് പച്ചക്കറിയും ദോശമാവൊക്കെ ആയിട്ട്. അടുത്തേക്ക് വരുന്നേരം വല്ലാത്തൊരു സ്മെല്ലാ ഈ വിയർപ്പിൻ്റെ. സഹിക്കാൻ പറ്റത്തില്ല അത്. കൂടെ കിടക്കാൻ തന്നെ എനിക്ക് അറപ്പാ. നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോയി കൂടെടാ. നീ എവിടെ വിളിച്ചാലും ഞാൻ വരാം. എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസം. അങ്ങേര് വന്നിട്ടാണ് ഫോൺ കട്ടാക്കിയത്. എന്ത്? ഞാൻ പറഞ്ഞില്ലേ, ദോശമാവും പച്ചക്കറി, വേറെ എന്ത്? അതിൽ കൂടുതൽ എന്ത് കൊണ്ടുവരണം അങ്ങേര്? മടുത്തടാ, മടുത്ത്. എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വരെ എനിക്ക് തോന്നിപ്പോവാ. നീ എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോടാ. ഇത്രയ്ക്ക് മടുത്തോണ്ടാ നിന്നോട് ഞാനിങ്ങനെ പറയുന്നത്. ആരായിരുന്നു ഫോണ്? എൻ്റെ ഫോണിൽ കാര്യം വിളിക്കും. നിങ്ങൾ പറയണമല്ലോ. അല്ല, പറയുന്നതായിട്ട് എന്നെ അടുത്തൊന്നും മടുത്തതുകൊണ്ട് എന്നെ മടുത്തു പറഞ്ഞു. അതിനുള്ള കാരണം കാരണം ഒരുപാടുണ്ടല്ലോ. ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ല. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു വിഷ്, അത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളിന്ന്. എല്ലാ പെൺകുട്ടികളും പോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതൊന്നും നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ശരിയാ, എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. എന്റെ ഇഷ്ടങ്ങൾക്ക് ഞാനൊരു വില കരുതിയാണ്. ഫോണിൽ ആരും സംസാരിച്ചാണ് മനസ്സിലാക്കാവുന്നതിൽ നിനക്ക് അയാളോടൊപ്പം പോവാം, നല്ലൊരു ജീവിതം ചെയ്യും. ഞാനൊരിക്കലും ഒരു വിനീതറിയാം. ഇത് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം പറയാം. ചേരാത്തവർ തമ്മിൽ ചേരില്ല.
തനിക്ക് എന്തായാലും നല്ലതേ കിട്ടും. ഹലോ പറഞ്ഞാം അയാൾ സമ്മതിച്ചു. എന്തോന്നു നിന്റെ കൂടെ ഒന്നും അയാൾ എന്നോട് പറഞ്ഞു. ഉണ്ട് സത്യം, നിനക്ക് വിശ്വാസമൊന്നുമില്ലേ? നിന്റെ ഒന്നും സംസാരിക്കാത്ത സന്തോഷമുണ്ടായിരുന്നോ? അയാളെ മനസ്സ് മാറുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നിന്നോട് ഇറങ്ങുന്നേ നിന്നെ വിളിക്കാം. നീ വണ്ടിയിട്ട് അവിടെ റോഡിൽ വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഇരിക്കടാ. Calling is either switched off or not reachable at the moment. Please try later. आपके द्वारा डायल किया गया नंबर या എന്താ എന്താ ചെയ്യാറില്ലേ? വണ്ടി എന്തെങ്കിലും പിടിക്കണോ? എന്താണെന്ന് പറ. അയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ആണ്. അവനെ എടുക്കില്ല. അവന് വേണ്ടത് നിന്റെ ശരീരം. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ തേടി ഒരു പുരുഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഒന്നിനു വേണ്ടി മാത്രമാണ്. കാമം. കാമത്തിന് വേണ്ടി മാത്രം കാണിച്ചൊരു സൂത്രം മാത്രമാണ് അവൻ നിന്നോട് കാണിച്ച സ്നേഹം. നീ വിഷമിക്കുന്നു വേണ്ട. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജീവിക്കാം. അതൊരു ഔദാര്യമൊന്നുമല്ല. നീ എന്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടി എന്റെ